ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു സമയത്ത് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റേഷൻ അരി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആവാതെ എങ്ങനെയാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. 250 മില്ലിയുടെ 1 കപ്പ് വെച്ചിട്ട് അങ്ങനെ 3 കപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. ഇതിൽ ഒരുപാട് ചളിയും അങ്ങനെയൊക്കെ ഉണ്ടാവും ചില അരിയിൽ. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടും അതിൻ്റെ ചെറിയ പശ പോകാൻ വേണ്ടിയിട്ടും കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അതിലൊന്ന് കുതിർത്ത് വെക്കണം. നമുക്കതിലേക്ക് 10 മിനിറ്റ് കൂടരുത് കേട്ടോ, 10 മിനിറ്റ് തന്നെ മതിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കലങ്ങി പോവും, അതിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വരാൻ 3-4 തവണ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർക്കാനായിട്ട് വെക്കാം, വെള്ളമൊക്കെ ഒന്ന് വാർക്കാനായിട്ട് വെക്കാം. ഇനി ഞാനിതൊരു കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മേൽഭാഗത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. റോസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല, അതൊക്കെ എനിക്ക് അറിയാലോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തത് നമുക്കിതിൽ നിന്ന് കോരി വെക്കാനുള്ളതാണ്. കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സവാള കൂടെ അരിഞ്ഞിട്ട് ആ ഒരു നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്കൊരു 7 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 6 ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വേറെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്. ആ 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്ന, ഇരട്ടി വെള്ളം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയുള്ളവർക്കൊക്കെ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും ഓപ്ഷണലാണ്, അതൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ ഇരട്ടി വെള്ളമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. 1 കപ്പിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയ ശേഷം നമുക്ക് ആ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിലാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തമ്മിൽ അരികളൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉള്ളിയും ഒക്കെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെയ്ച്ചോറാണ്. ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഡിലൻ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.